അവർക്ക് ആകാംക്ഷ കാണും നമ്മുടെ മൂണിൻ്റെ സെക്കൻഡ് പാർട്ട് എവിടെയാണ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് സെക്കൻഡ് പാർട്ട് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ കുറേ ഓടി വന്നിട്ട് നമുക്ക് ഒരു സാധനം പോലും കിട്ടിയില്ല. അപ്പോൾ എന്താ ഇവിടെ ചെറിയ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ അതെടുക്കാം. നമുക്ക് 2 കാറുണ്ടായിരുന്നു, എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നേരെ നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ ബ്രിഡ്ജിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അയ്യോടെ ഡിവൈഡർ. അപ്പോൾ ഗൈസ് നമുക്കൊന്നും പറ്റിയില്ല. നമ്മൾ നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് നമ്മുടെ ഷിൻഷാൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞു കാണും ഇവിടെ. അതോ ഷിൻഷാൻ മരിച്ചു പോയി കാണും. പറിച്ചു പറയാൻ പാടില്ല. നമ്മുടെ ലെസ്റ്ററിന് എണീറ്റ് നടക്കാനൊക്കെ പറ്റണ്ട. ലെസ്റ്റർ ഇത് നീ തന്നെയാണോ? ഫ്രാങ്ക്ലിന് നീ ഇപ്പോഴും മരിച്ചില്ലേ? ഇത് 2036 ഒരു ട്രീറ്റ്മെന്റ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ജീവിക്കണം. അതില്ലേണം. ഞാനാണെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ് ഇങ്ങോട്ട്. എനിക്കറിഞ്ഞൂടെ ഞാൻ എങ്ങനെ വന്നേന്ന് ഇങ്ങോട്ട്. ഞാൻ ടൈം ട്രാവൽ ചെയ്ത ഒരു മൂണിൻ്റെ അകത്തൊരു സ്മോക്ക് വന്നു. ഞാനപ്പോൾ അല്ല മൂണിൻ്റെ അകത്തല്ല, എർത്തിൻ്റെ അകത്ത്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കയറി വന്നപ്പോൾ ഇങ്ങോട്ട് എത്തിയ ഞാൻ എന്ത് ചെയ്യണം? എനിക്കിനി ജീവിക്കണ്ട. ഞാൻ പൊട്ടിക്കാൻ പോകും. 3, 2, 1. ഇവിടെ ഈ ലെസ്റ്ററിനൊക്കെ ഭ്രാന്താടാ. പക്ഷേ അവൻ സൂസൈഡ് ചെയ്ത് ഗൈസ്. ചെയ്ത് ഗൈസ്. അവനിപ്പോൾ അകത്ത് നിന്ന് വെന്തോണ്ടിരിക്കുക. നമ്മളിത് രക്ഷപ്പെട്ട് പുറത്തോട്ട്. അതാ എൻ്റെ കയ്യിൽ കിടന്ന് ബോംബൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കണ്ട. നമുക്കെന്തായാലും എടാ അവനകത്തിന്ന് വീണ്ടും RPG വിട്ടോണ്ടിരിക്കണ്ട. വെരി ബാഡ് ലെസ്റ്റർ. ഓക്കെ, നമുക്കെന്തായാലും കത്തിച്ച് വിടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വൈഫ് നമ്മളെ കത്തിക്കും. ഓക്കെ ഗൈസ്. കൺട്രോൾ കിട്ടില്ല. നമുക്ക് ലെസ്റ്റർ ബാക്കിൽ കൂടെ വീഡിയോ വയ്ക്കണം. അതാണ് ഗൈസ് ലെസ്റ്റർ അത്രയെങ്കിലും ചീപ്പാണ്. അതിനെക്കാട്ടി നല്ലതാണ് നമ്മുടെ മൈക്കിളും ഡ്രൈവറും ഒക്കെ. എന്ത് പറഞ്ഞാലും അവരൊന്നും ചെയ്യില്ല. അവർ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയും, അല്ലെങ്കിൽ പറ്റൂല എന്ന് പറയും. പക്ഷേ എനിക്കറിയാൻ പാടില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ GTA 5 ചീറ്റ്സും കാര്യങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ചീറ്റ്സ് അറിയുന്ന കമൻറ്റ്. 2 hours later. നമ്മൾ നേരെ നമ്മുടെ മൈക്കിളുടെ വീട്ടിൽ എത്തി. മൈക്കിൾ ഇത് ഇപ്പോഴും പുറത്തുണ്ട്. എടാ മൈക്കിൾ പിച്ചക്കാരനാ. എന്താ ബോർഡും പിടിച്ചുകൊണ്ടിരിക്കണേ? മൈക്കിളേ എന്ത് പറ്റിയിടാ മൈക്കിൾ? നീ പുറത്തേക്കാണ് ഒരു ബെഗറായോടോ ഇപ്പം. എന്താ ബോർഡിൽ ഉദ്ദേശിച്ചിങ്ങനെ? ബോർഡിൽ എന്താടത്ത്? ഈമി ഫുഡാ? ഫുഡ് വേണമല്ലേ? We didn't give you food. Go to your house and ask food. ശരി. ഓക്കെ ശരിയടാ. അപ്പം ഞാൻ പോണട്ടാ. ഞാൻ എന്തായാലും എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ പോണം. നമുക്ക് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് 3D സിറ്റിയിലെ ഒരു അഭയമുള്ളൂ. ഇവിടെ ഒന്നുമില്ല. പക്ഷെ നമ്മളിവിടെ നിന്ന് ടൈം ട്രാവൽ ചെയ്ത ആൾക്കാരെ രക്ഷിച്ചിട്ട് നമ്മൾ പോകണുള്ളൂ ഗൈസ്. ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്തു. പക്ഷെ മഞ്ഞിൻ്റെ അകത്ത് ചെറുതായിട്ട് മഴയൊക്കെ വന്നുകൊണ്ട് തന്നെ മഞ്ഞിതായി. ഗൈസ് എനിക്ക് ചെറിയ പല്ലുവേദനയൊക്കെ ആയതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വീഡിയോ അങ്ങ് സ്റ്റക്കായത്. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ദിവസം എടുത്തെങ്കിൽ 200 പെട്ടെന്ന് അടിക്കാൻ പറ്റി. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഗൈസ്. ഇപ്പോൾ എന്താ പറയാനാ, നമ്മുടെ ഈ പരിപാടി നമുക്ക് നല്ല തുടരാം. അപ്പോൾ ഞാനിപ്പോൾ എവിടെയും പോകണില്ല. നമുക്കിപ്പോൾ ID ഇല്ല ഇങ്ങോട്ട് പോകണമെന്ന്. ID കിട്ടി. നമുക്കൊന്ന് ബാങ്കിൽ പോകും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫിൽക്ക ബാങ്കിൽ എത്തിയിട്ടുണ്ട്. ഫിൽക്ക ബാങ്കിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പൈസ എടുത്തുണ്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. പൈസ എടുത്തിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ പൈസ കുറച്ചുണ്ടായിരുന്നു, $27. അപ്പോൾ ഗൈസ് നമ്മളതുകൊണ്ട് തന്നെ കുറച്ച് ബാങ്കൊക്കെ റോബറും ചെയ്തു. അതുകൊണ്ടാണ് ബാഗ്. പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ള പൈസ നമുക്ക് പോക്കറ്റ് വയ്ക്കാണ്. പിന്നെ നമ്മൾ ബാങ്ക് റോബർ ചെയ്ത് നമുക്ക് നമ്മുടെ തൊഴിലങ്ങ് വിടാൻ പറ്റൂലല്ലോ ഗൈസ്. പോലീസൊന്നും വന്നില്ല. കാരണം പോലീസ് മഞ്ഞത്ത് സ്റ്റേഷൻ്റെ അകത്ത് കുടുങ്ങി കിടക്കായിരിക്കും. അപ്പോൾ ഈ മഞ്ഞത്ത് ചെറിയ കാറുകളൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ചെറിയ കാറല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സ്പോർട്സ് കാർ ആയതുകൊണ്ട് ഡ്രിഫ്റ്റ് മോഡൊക്കെ ഇതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഗൈസ്? ഒരു പരിപാടിയില്ല. ഒരു കാര്യം മറന്നുപോയി. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയാലോ ഗൈസ്? ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകാമില്ലാതെ വേറെ ഐഡിയ ഇല്ല. നമ്മുടെ വീട് എത്താറായിട്ടുണ്ട് ഏകദേശം. ഗൈസ് ഷിൻഷാനായതുകൊണ്ട് പറയാൻ പറ്റില്ല. ഞാനില്ലാത്ത സമയത്തൊന്ന് നമുക്ക് വീട്ടിലോട്ട് നേരെ പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ് നമ്മൾ വീടിൻ്റെ ഇവിടെ എത്തി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം കണ്ടത്. ഫോർ സെയിലാ എന്തോന്നടാ. ഇവിടെ ഷിൻഷാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യൂട്ടോ ഷിൻഷാൻ. ഞാനിപ്പോൾ ശരിക്കും മരിച്ചു പോയോ? എനിക്കറിയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ RIP ആയോന്ന് എനിക്ക് കൂടി അറിയില്ല. റെസ്റ്റ് ഇൻ പീസ്. ഫോർ സെയിലിട്ടൊക്കെയാണ് ഗൈസ്. പക്ഷെ നമ്മുടെ സെൻസറൊക്കെ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇതൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ
എന്താ പറയുക ഷിൻചാൻ ഭയങ്കര ഇതാണ് ഗൈസ്. ഷിൻചാനൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. അവൻ വിറ്റ് കൊടുത്തല്ലോ നമ്മളെ വീട്. ചോപ്പുണ്ടോയെന്നറിയില്ല. ചോപ്പില്ല ഗൈസ്. ചോപ്പിനെയും കൊണ്ട് ഷിൻചാൻ പോവുള്ളൂ. അങ്ങനെ വീട് വിൽക്കണമെങ്കിൽ തന്നെ ചോപ്പിനെയും കൊണ്ട് പോകുള്ളൂ. നമ്മൾ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കൊടുത്താൽ ഫോൺ എവിടെ കിടപ്പുണ്ടോ അവൻ്റെ കയ്യിൽ ഇപ്പോഴും. അപ്പോൾ അവനെവിടെയെന്നറിയില്ല ഗൈസ്. അവനിപ്പോഴും അവിടെ അകത്താറാതെ കിടക്കും. ഇത് ഞാനല്ലേ. അപ്പോൾ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം സെക്കൻഡ് പാർട്ട് വരെ ഒരു 5 മിനിറ്റ് ആയില്ല. അപ്പോൾ എല്ലാവർക്കും അടുത്ത പാർട്ടി കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ടരാ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും ഇപ്പം ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യും. ബൈ ബൈ.